ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 6 ആണ്. അപ്പോൾ വീഡിയോ 1, 2, 3, 4, 5 ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് പോയി കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാം, പ്രോഫിറ്റബിൾ ആകാമെന്നൊക്കെ ഉള്ളതിൻ്റെ സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെയ്യാവുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജിയും അതിൻ്റെ രീതിയാണ്. അപ്പോൾ എല്ലാം മറ്റുള്ളവർ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ സീരീസ് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ ഇൻട്രാഡേയോ ഷോർട്ട് ടൈമോ BTSTയോ ഏത് ട്രേഡിംഗ് പഠിക്കുകയാണെങ്കിലോ അപ്പോൾ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് പഠിക്കണം. എന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പ്രൈസ് പോയിന്റ് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ട്രേഡിങ്ങിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചതൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. എന്താ റീക്യാപ്പ് ചെയ്യണം നല്ലതല്ലേ? ഒന്നുകൂടി മനസ്സിലേക്ക് അങ്ങനെ കേട്ടുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? മന്ത്ലി ചാർട്ടിൽ ട്രെൻഡ് ലൈൻ എങ്ങനെയെന്ന് മനസ്സിലാക്കി, എങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം, എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി വീക്കിലി ചാർട്ടിലെ പാറ്റേണും നമ്മൾ മനസ്സിലാക്കി, എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരുന്നത് കാര്യങ്ങളൊക്കെ വീക്കിലി ചാർട്ട് ഇട്ടിട്ട് നോക്കി. പിന്നെ ട്രേഡിങ്ങിലെ മനോഹരമായ ഒരു സൈക്കോളജി മനസ്സിലാക്കി. അപ്പോൾ ഈ സൈക്കോളജി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് പോയി കാണുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിങ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സൂം ഇൻ സൂം ഔട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൂം ഇൻ സൂം ഔട്ടോ, അത് നീ ഒരു പെങ്കൊച്ചിൻ്റെ ഒരു ഫോട്ടോ കണ്ടോ? നമുക്കൊരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോ കാണാം. ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ നമ്മൾ സൂം ഇൻ ചെയ്യുമ്പോൾ എന്താവും? അതിനെ ചെറുതായിട്ട് അതിൻ്റെ മുഖവും ഇത് മാത്രമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറയിലും മറ്റേലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സൂം ഇൻ സൂം ഔട്ട് അല്ലേ, ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ചെയ്യണത്. അപ്പോൾ അതന്നെ സ്റ്റോക്ക് മാർക്കറ്റിലും സൂം ഇൻ സൂം ഔട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ സൂം ഇൻ സൂം ഔട്ടോ എന്താ ഈ പറയണത്? സത്യം, സ്റ്റോക്ക് മാർക്കറ്റിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ്? ഇപ്പം നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്ക് ഏറ്റവും വലിയൊരു ക്യാൻഡിൽ എന്താണ്? മന്ത്ലി ക്യാൻഡിലാണ് ഏറ്റവും വലുത്. അവനാണ് തല തൊട്ടപ്പൻ, വലുത്, ഏറ്റവും വലുത്. ആ ഒരു മന്ത്ലി ക്യാൻഡിലിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എന്താണ് സംഭവിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്കറിയാം നമ്മുടെ ലോകത്തുള്ള എല്ലാം ഉണ്ടാക്കിയത് ആറ്റം കൊണ്ടാണ്. നമ്മുടെ ബോഡി ഉണ്ടാക്കിയത് സെല്ല് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഉണ്ടാക്കിയത് പ്ലാസ്മയും മറ്റു വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഓരോ ക്യാൻഡിലും അതിൻ്റെ ഉള്ളിലെ മൂവ്മെൻറ്റും അതെങ്ങനെയാണ് നടക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ക്യാൻഡിൽസ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാൻഡിൽസ് എങ്ങനെ ഉണ്ടാവും? പച്ചയുണ്ട്, ചോപ്പുണ്ട്, പിന്നെ ചിലത് കളറില്ലാത്തതുണ്ട്. അപ്പോൾ പച്ച എങ്ങനെയാണ് വരുന്നത്? അതായത് സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് ഒന്ന് താഴേക്ക് പോയി റെഡ് കളറാക്കി, തിരിച്ച് മേലോട്ട് വന്നിട്ട് ഇവിടം വരെ പോയി പച്ചയായി, കുറച്ച് താഴേക്ക് വന്ന് ഇവിടെ വന്ന് പച്ച കളറിൽ കത്തി ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ ഒരു വാലും വന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു. ഈ ക്യാൻഡിലാണെങ്കിലോ ഇവിടെ ഓപ്പൺ ചെയ്ത് ഒന്ന് താഴേക്ക് പോയപ്പോൾ ചുവന്ന കളറായിരുന്നു, പക്ഷെ തിരിച്ചത് മുകളിലേക്ക് വന്ന് പച്ച കത്തി മുഴുവൻ ഇവിടെ പോയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഇത് ഒന്ന് താഴേക്ക് വന്ന് റെഡ് ആയിരുന്നു, കുറേ വലിയൊരു പച്ച ഇവിടം വരെ വന്നിട്ട് തിരിച്ച് ഇവിടം വരെ വന്ന് ക്ലോസ് ചെയ്ത് പച്ചയാക്കി. അപ്പോൾ റെഡ് ആണെങ്കിലോ റെഡ് ഇവിടെ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്ന് റെഡ് വന്ന് തിരിച്ചു മേലേക്ക് വന്ന് ഇങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ എല്ലാതും ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്താ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ, ഇതിലെ ഫസ്റ്റത്തെ ക്യാൻഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ നമ്മൾ വീക്കിലേക്ക് നോക്കിയിട്ട് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാ. 1, 2, 3, 4 ക്യാൻഡിൽ വന്നു. 4 ക്യാൻഡിൽ വന്നു. ഇനി അത് തന്നെ നമ്മൾ ഡേയിലേക്ക് മാറ്റിയാലോ? അതേ സെയിം സംഭവം തന്നെ ഡേയിലേക്ക് മാറ്റി. അപ്പോൾ ഒരു 20 ക്യാൻഡിൽ ഇങ്ങനെ ചറവറ വന്നു അല്ലേ. അതിനുശേഷം 1 അവർക്ക് മാറ്റി വയ്ക്കുക. 1 അവർക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു, ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു അല്ലേ. അതിനുശേഷം 50 മിനിറ്റ്സ് ആക്കി വയ്ക്കുക. 50 മിനിറ്റ്സ് ആക്കിയപ്പോൾ കുറച്ചും കൂടി ക്യാൻഡിലുകളുടെ എണ്ണം കൂടി ചാർട്ടിൻ്റെ നീളവും കൂടി, ശരിയല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതാണ് ആ രേഖ. അതായത് ശങ്കരാടി വിയറ്റ്നാം കോളനിയിൽ പറയില്ലേ, വിയറ്റ്നാം കോളനിയിലുള്ള എല്ലാവരും പുറത്താക്കാനുള്ള രേഖ എൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനുള്ള രേഖ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. എന്താണ്? ട്രെൻഡ് ലൈൻ. ഇവൻ എന്താണ് ട്രെൻഡ് ലൈൻ അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല എന്ന് ചോദിക്കും. പക്ഷേ ട്രെൻഡ് ലൈൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ്. ഈ ഒരു ഞാൻ വീക്കിലി ക്യാൻഡിൽ വിട്ടു, കാരണം അതിൽ 4 ക്യാൻഡിലേ ഉള്ളൂ. ഡേ ക്യാൻഡിൽ ഇട്ടിട്ട് നിങ്ങൾ ഞാൻ വരച്ചു നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് കാണാൻ പറ്റി, ഇവിടെ ഒരു ട്രെൻഡ് കാണാൻ പറ്റി. ഇനി അതേ സെയിം സംഭവം തന്നെ 1 അവറിൽ ഇട്ട് നോക്കിയേ, ട്രെൻഡ് ലൈൻ ഒന്നും കൂടി വലുതായി. കണ്ട, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഞാൻ വരയ്ക്കാൻ മറന്നുപോയതാ. 50 മിനിറ്റ്സ് ഇട്ടു. 50 മിനിറ്റ്സ് ഇട്ടപ്പോൾ എന്തോ ട്രെൻഡ് ലൈൻ കുറച്ചും കൂടി തെളിഞ്ഞു വന്നു. അതായത് ഡേ ക്യാൻഡിൽ അത്ര ക്ലിയർ ആയിട്ട് ഇരുന്ന സാധനം, ക്ലിയർ ആവാതിരുന്ന സാധനം 1 അവറിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടി ട്രെൻഡ് ലൈൻ ക്ലിയർ ചെയ്ത് വന്നു. 50 മിനിറ്റ്സിൽ വന്നപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ചെയ്ത് വന്നു. മനസ്സിലായോ? അതന്നെ നമുക്ക് വേറൊരു ക്യാൻഡിൽ എടുത്ത് നോക്കാം. വേറൊരു ക്യാൻഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേലേലും വാലും താഴെയും മേലെയുള്ള ക്യാൻഡിൽ. അപ്പോൾ അത് വീക്കിലിൽ ഇടുമ്പോൾ ഇങ്ങനെ വന്നു. അത് തന്നെ ഡെയിലി ഇട്ടപ്പോൾ തിരിച്ച കുഴപ്പമില്ല, എന്തൊക്കെയോ ഒരു ട്രെൻഡ് ലൈൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് 1 അവറിൽ ഇട്ടപ്പോഴോ 1 അവറിൽ ഇട്ടപ്പോൾ ട്രെൻഡ് ലൈൻ ഒന്നും കൂടി തെളിഞ്ഞു വന്നു. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ. അതിൻ്റെ ഇടയിൽ ഇവിടെ ട്രെൻഡ് ലൈൻ ഒന്ന് ചാടി, പക്ഷെ അന്ന് തിരിച്ച് വീണ്ടും കയറി വന്നു, വീണ്ടും താഴേക്ക് പോയി. ഇവിടെയൊക്കെ ട്രെൻഡ് ലൈൻ ഉണ്ട്, എല്ലാം ഞാൻ വരച്ചില്ല, കൺഫ്യൂഷൻ ആവും. അത് എല്ലായിടത്തും വരച്ചതിന് മൊത്തം വരയുടെ ബഹളമായിരിക്കും.
അതേപോലെ 50 മിനിറ്റ്സ് ആയപ്പോൾ എന്തോ ഇതിനേക്കാളും ഒന്നും കൂടി തെളിഞ്ഞു വന്നു. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, അതിൻ്റെ ഇടയിൽ ചാടിയത് ഇവിടെ കാണുന്നുണ്ട്. വേറെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ കിട്ടി, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, കണ്ടോ? അപ്പോൾ ഇനി വേറെ എണ്ണം കൂടുതൽ വാലുള്ള ഒരു ക്യാൻഡിൽ, കൂടുതലുള്ള വാലുള്ള ക്യാൻഡിൽ നമ്മൾ ട്രെൻഡ് ലൈൻ വരച്ച് നോക്കിയേ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഞാൻ ഈ ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയണം ഇവൻ ഈ ട്രെൻഡ് ലൈൻ പറയേണ്ട വേറെ ഒരു പണിയില്ലാന്ന്. ഫ്രണ്ട്സ്, ട്രെൻഡ് ലൈനിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം, അതിലാണ് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളും ഉള്ളത്. എനിക്ക് മോഹൻലാൽ സവാരി ഗിരിഗിരി എന്ന് പറയുന്ന പോലെ പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടും ഏറ്റവും ബേസിക് ലെവലിൽ പഠിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആക്കാനുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസുകൾ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡേ ക്യാൻഡിൽ നമുക്കൊരു വര വന്നു ഇവിടെ. അപ്പോൾ ഇതിലാണെങ്കിലോ അവർലി ക്യാൻഡിലേക്ക് ആക്കിയപ്പോൾ ഇങ്ങനെ ഒരു വര താഴെ വന്നു, മേലേക്കൊരു താഴെ വന്നു, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തിട്ട് തലേ ദിവസം ഈ സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് താഴേക്ക് വന്നു. അപ്പോൾ ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചത് ഇതും കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ പോയിന്റ് മുട്ടിനോടുത്ത് താഴേക്ക് വന്നതുണ്ടോ? അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും സംഭവിക്കുന്നത് ഒരു 90% സമയത്തും സംഭവിക്കുന്നതൊന്നും വെറുതെ അല്ല. അതിന് പിന്നിൽ കാര്യമായ കാരണങ്ങളുണ്ട്. അത് നമുക്കറിയാത്തത് നമ്മുടെ കുറ്റം, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ തോന്നിയ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കറക്റ്റ് റിയൽ ആയിട്ടുള്ള ബേസിക്കും കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്ര വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അതൊക്കെ കൂടുതൽ ഊർജ്ജമാവും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതന്നെ നമുക്കൊന്ന് 50 മിനിറ്റ്സ് ഇട്ട് വയ്ക്കുക. 50 മിനിറ്റ്സ് ഇട്ടപ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ വന്നു. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, 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 ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇവിടെയും ചെറിയ ചെറിയ ട്രെൻഡ് ലൈൻസ് ഉണ്ട്. ഞാനത് വരച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടി വരയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാനൊരു സുഖം ഉണ്ടാവില്ല, എല്ലാം കൂടി മനസ്സിലാവുകയും ചെയ്യില്ല. ഇനി അപ്പോൾ അവസാനമായിട്ട് ഒരു ചുവന്ന ക്യാൻഡിലും കൂടി ഞാൻ എടുത്തേക്കാം. ചുവന്ന ക്യാൻഡിൽ എങ്ങനെയാണ്? ചുവന്ന ക്യാൻഡിൽ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട് ഡെയിലി. അതന്നെ 1 ഹവറിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നു, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നു. 50 മിനിറ്റ്സ് വന്നപ്പോൾ ഇവിടെ ട്രെൻഡ് ലൈൻ, ഇവിടെ ട്രെൻഡ് ലൈൻ, ഇവിടെ ട്രെൻഡ് ലൈൻ, ഇവിടെ ട്രെൻഡ് ലൈൻ, അങ്ങനെ വന്നു. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? തൂണിലും തുരുമ്പിലും ട്രെൻഡ് ലൈൻ ഉണ്ട്. മനസ്സിലാക്കണം ഫ്രണ്ട്സ്, തൂണിലും തുരുമ്പിലും ട്രെൻഡ് ലൈൻ ഉണ്ട്, എവിടെയും ട്രെൻഡ് ലൈൻ ഉണ്ട്. അതായത് ഏത് സ്റ്റോക്ക് മൂവ് ചെയ്യണതും ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്, അതല്ലാണ്ട് വേറൊരു കുന്തമില്ല. അപ്പം അത് മനസ്സിലാക്കണം, അത് തിരിച്ചറിഞ്ഞ് കണ്ണിനെ ട്രെയിൻ ചെയ്യണം. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തികഞ്ഞ ഒരു പരാജയമാണ്. അപ്പം അതാരുടെ കുറ്റമാണ്? നിങ്ങളുടെ കുറ്റമാണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കുറ്റമല്ല. അത് കൃത്യമായിട്ട് വരയ്ക്കാനും പഠിക്കാനും ഒക്കെ ചെയ്യണം. അതാണ് ഏറ്റവും ബേസിക് കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്രണ്ട്സ്. അതല്ലാണ്ട് വല്ല ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇൻഡിക്കേറ്റേഴ്സ് ഒട്ടും മോശമല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു മസാല പോലെയാണ്. ഇതൊക്കെ മനസ്സിലാക്കി പ്രൈസ് ആക്ഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു എക്സ്ട്രാ ആയിട്ട് ഇടാവുന്നതാണ്. അതായത് സാമ്പാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ വേപ്പിലയോ മല്ലിയിലയോ ഇടുന്ന പോലെ. അപ്പോൾ മല്ലിയിലയും വേപ്പിലയും വെള്ളവും ഉപയോഗിച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ പറയാൻ ഇതിനൊക്കെ പഠിക്കാൻ എവിടെ നേരം, ഇതൊക്കെ കഷ്ടപ്പാടായ ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ഇട്ടുള്ള സെറ്റപ്പ് നോക്കിയാൽ പോരെയെന്ന് തോന്നും. ശരിയാ, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നോക്കാം, കുറച്ച് സക്സസ് കിട്ടും, അത് കുറച്ച് കഴിയുമ്പോൾ പോകും. കാരണം ഇൻഡിക്കേറ്റർ വരും പോവും, പക്ഷേ ട്രെൻഡ് ലൈൻ അവിടെ തന്നെ കാണും. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര പിറകേക്ക് എടുത്ത് നോക്കിക്കോ, ട്രെൻഡ് ലൈൻ ഇല്ലാത്തൊരു കളിയില്ല. അപ്പം അത് ആദ്യം നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരയ്ക്കണം, ഇത് എവിടെ ചെന്ന് മുട്ടും അദ്യയും വിദ്യയും എന്നൊക്കെ. ഫ്രണ്ട്സ്, ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നും, എനിക്കും തോന്നിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞുണ്ടല്ലോ, കുഞ്ഞിപ്പിള്ളേർ ഇതിനെ സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന പോലെ ചടപട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. പുഷ്പം പോലെ നിസ്സാരമായിട്ട് വരയ്ക്കാൻ പറ്റും. ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ, അത് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ ഹോംവർക്ക്, അപ്പോൾ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അതായത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാണ്ട് ഞാൻ വെറുതെ വിടുന്നു വിചാരിച്ചാൽ, നമ്മുടെ വീഡിയോയിലൊക്കെ അങ്ങനെയാണ്, അവസാനം ഒരു പണി നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ ചെയ്യണം. അതായത് മന്ത്ലി ചാർട്ട് എടുത്തിട്ട്, നിങ്ങൾ ഏത് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അല്ല അതെടുത്തിട്ട് അതിൽ മന്ത്ലി ചാർട്ട് ഇടാം. മന്ത്ലി ചാർട്ട് ഇട്ടിട്ട് ഈ മാസത്തെ ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ഈ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ക്യാൻഡിൽ എടുത്തിട്ട് അതിൻ്റെ സൈസ് പല ടൈപ്പ് ഉണ്ടാവില്ല. ഫുള്ള് റെഡ് ഉണ്ടാവും, പച്ച ഉണ്ടാവും, പകുതി പച്ചയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് അതിനെടുത്തിട്ട് 1 വീക്ക് ഇട്ട് നോക്കാം. ഒരു മന്ത്ലി ക്യാൻഡിൽ എടുത്തിട്ട് 1 വീക്ക് ഇട്ട് നോക്കാം, അപ്പോൾ 4 ക്യാൻഡിൽ കിട്ടും. അത് ഡേ ഇട്ട് നോക്കാം, 20 ക്യാൻഡിൽ കിട്ടും. 1 അവർ ഇട്ട് നോക്കാം, അപ്പോൾ 140 ക്യാൻഡിൽ വരും. 50 മിനിറ്റ്സ് ഇട്ട് നോക്കാം, 500 ക്യാൻഡിൽ വരും. ഏകദേശം അവധിയോ അതൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രെൻഡ് ലൈൻ വരച്ച് പഠിക്കുക. അതിൻ്റെ ഉള്ളിൽ അന്തസത്ത, അതിൻ്റെ കോർ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഉള്ളിലേക്ക് എടുക്കുക, ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുക. അത് ചെയ്യാണ് നിങ്ങൾ പ്രോഫിറ്റബിൾ ആവില്ല ഫ്രണ്ട്സ്. അപ്പോൾ അത് ചെയ്യാൻ പഠിക്കാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ സ്കൂളിലും മര്യാദയ്ക്കും കോളേജിലും മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ നല്ല ജോലിയും കിട്ടില്ല, കാശ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിലും യഥാർത്ഥമായ കാര്യങ്ങൾ പഠിക്കാതെ വെറുതെ കാശ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അത് ശരിക്കും പഠിച്ചെടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയുള്ള വീഡിയോ. സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടാ.
കാരണം കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നത്, തൊണ്ടല്ല വെള്ളം പറ്റി ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു ഒരു ഉന്മേഷമാവും വരുന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്.